ഒരിക്കൽ ഷേരു കാട്ടിലൂടെ നടക്കുമ്പോൾ സൂത്ര, ഒരാന ചത്തു കിടക്കുന്നു. അയ്യടാ, എങ്ങനെയാണാവോ ചത്തത്? കണ്ടുപിടിക്കാം. കണ്ടുപിടിക്കാമെന്ന് അതിനല്ലേ എന്റെ ഈ ബുദ്ധി. ഞാൻ പണ്ട് എത്ര കൊലപാതകങ്ങൾ കണ്ടുപിടിച്ചതാ. താൻ ഷെർലി ഫോക്സ് എന്നൊരു കുറുക്കനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഇല്ല, അത് ഞാനാ. ആദ്യം തെളിവുകൾ ശേഖരിക്കാം. പുല്ല ചതഞ്ഞു കിടക്കുന്നത് കണ്ടോ? മൽപിടുത്തം ഉണ്ടായിട്ടുണ്ട് എന്നർത്ഥം. പുഴയ്ക്കടുത്ത് വെച്ച അടിപിടി ഉണ്ടായത്. പുഴ വരെ നനവുമുണ്ട്. അപ്പോൾ ഏതോ മുതലയുമായിട്ടായിരുന്നു അടിപിടി. എന്റെ അമ്മോ, സംഗതി കൊലപാതകം തന്നെ. മുതൽച്ചാറ് കയറി വന്ന ആനച്ചാരെ തട്ടിയിട്ട് പോയി. കുറച്ച് തെളിവുകൾ കൂടി വേണം. താനാ മരത്തിലൊന്ന് കയറി നോക്ക്. തെളിവ് കിട്ടിയോ? കിട്ടി. സൂത്ര, ഇത് കൊലപാതകമല്ല, കൊന്നതാണെന്ന് ഞാൻ കണ്ടുപിടിച്ചു കഴിഞ്ഞു. കൊന്നതല്ല സൂത്ര, കൊന്നതാ. അല്ല സൂത്ര, അതെ കൊന്നത് തന്നെയാ. അല്ല സൂത്ര, എന്താ തെളിവ്? ചത്ത ആന കണ്ണു തുറക്കുമോ? ഒന്ന് മയങ്ങാമെന്ന് വിചാരിച്ചാൽ സമ്മതിക്കില്ല അല്ലേ? നിന്നെ ഇന്ന് ഞാൻ തെളിവ് വല്ലതും ബാക്കി വെച്ചേക്കണേ. ഒരു ദിവസം കുട്ടൂസനും കൂട്ടരും കുന്തത്തിൽ പോകുമ്പോൾ, ലുട്ടാപ്പി സ്റ്റോപ്പ്. എന്താ കാര്യം? ദേ ഒരു കൊരങ്ങ് കളിക്കാരൻ പോകുന്നു. ഇത്തിരി നേരം കൊരങ്ങ് കളി കാണാം. അമ്പടാ, അത് കൊരങ്ങ് കളിക്കാരനൊന്നും അല്ലാടാകിനി. പിന്നെ ആരാ? അതാണ് പുട്ടൻ മന്ത്രവാദിനി. ഇഹിഹി, ഇയാൾ എന്തിനാ കൊരങ്ങനുമായി നടക്കുന്നത്? നേരാണല്ലോ, വാ ഒന്ന് ചോദിക്കാം. അവർ താഴെ ഇറങ്ങി. നമസ്കാരം. അല്ല, ഇതാര കുട്ടൂസനോ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഓ, പഴയ വിശേഷങ്ങളൊക്കെ തന്നെ. മായാവിയുടെ പിറകെ നടക്കും, കണക്കിന് മേടിക്കും, അത് തന്നെ. ഹിഹി കുട്ടൂസ, ഞാൻ ചില പുതിയ വിദ്യകള് പഠിച്ചു, കണ്ടില്ലേ? കണ്ടു. ഞാനും വല്ല കൊരങ്ങുകളെയും പഠിച്ചാലോ എന്ന് ആലോചിക്കുക. കുട്ടൂസ, ഇത് കൊരങ്ങുകളിയൊന്നുമല്ല, ഒരു മാന്ത്രിക വിദ്യ. കാണിച്ചു തരാം. ഈ വടി കണ്ടോ? ഇതാണ് വിദ്യ. ഈ വടി കൊണ്ട് ഇവനെ ഇങ്ങനെ അടിച്ചാൽ, എന്റെ അമ്മോ, ഇവൻ ഭീകര ഗോറില്ലയാവും, കിങ്കോങ്. എന്റെ അമ്മോ, ഇവനിപ്പം നമ്മളെ വിഴുങ്ങും. പേടിക്കണ്ട, വടിയുടെ മറുവശം കൊണ്ട് ഒരു അടി കൂടി കൊടുത്താൽ പഴയ വടിയാകും. എന്നാൽ അടിക്കടോ കുന്തമേ. വടിയുടെ മറുവശം കൊണ്ട് അടിച്ചതും ദേ പണി പറ്റി. കാലക്കി, ഇവനെ കൊണ്ട് താൻ എന്നെ ഒന്ന് സഹായിക്കണം. എന്ത് സഹായമാ? 2 പിള്ളേരുണ്ട്, രാജുവും രാധയും. അവരെ ഒന്ന് ശരിയാക്കണം. അത്രേ ഉള്ളൂ. അവരുടെ വീട് കാണിച്ചു തന്നാൽ മതി. ബാക്കി കാര്യം ഞാൻ ഏറ്റു. അല്ല, ഇവൻ ഏറ്റു. ഫേഷ്, അത് മതി. ഇതൊക്കെ ആ വഴിയിൽ വന്ന മായാവി കണ്ടു. അവർ കുട്ടികളുടെ വീട്ടിലേക്കാണല്ലോ. എന്ത് ചെയ്യും? പിന്തുടരുക തന്നെ. ആ പിള്ളേര് വിളഞ്ഞ വിത്തുകളാ, സൂക്ഷിക്കണം. അതൊന്നും കുഴപ്പമില്ലെന്നേ. ദാ ആ കാണുന്നത് അവരുടെ വീട്. ഇപ്പം ഈ വഴി വരും. അതാ എത്തിപ്പോയി. ഒരു സൂത്രമുണ്ട്, ഒത്താൽ. പ്ലൂട്ടൻ മന്ത്രവാദിനെ അടിച്ചതും ഓം ഹ്രീം ഒട്ടിപ്പോ. എന്റെ അമ്മോ, അയ്യോ, രക്ഷിക്കണേ. പണി ഏറ്റു. അങ്ങനെ മായാവി പിന്നെയും രാജുവും രാധേനെയും രക്ഷിച്ചു. എല്ലാം റെഡിയാക്കിയിട്ടേ അവനെ വിളിക്കാൻ പറ്റൂ. എല്ലാം റെഡിയാ. അവനെ വിളിച്ചാൽ പിന്നെ അധിക നേരം നിർത്താൻ പറ്റില്ല. വേഗം പണി തീർക്കണം. കുന്തം റെഡിയായോ? ദാ കുന്തം. കുന്തം ഉണ്ടായിട്ട് കാര്യമില്ല, സമയത്ത് പറക്കണം. നല്ല കണ്ടീഷനാ, ഒരു പ്രശ്നവുമില്ല. പിന്നെ ചൊറിയം പൊടി, അതും റെഡി. എന്താ കുട്ടൂസ പരിപാടി? ആരെ ചൊറിയാനാ ചൊറിയം പൊടി? ഹിഹി, നമ്മുടെ മാന്തുണ്ണിച്ചാത്തന്റെ കാര്യം പറഞ്ഞതാ. മാന്തുണ്ണിച്ചാത്തനോ? അതെ, ആരെങ്കിലും ചൊറിയുന്നത് കണ്ടാൽ അവൻ ഭീകരനാവും. പിന്നെ അടുത്ത് കാണുന്നവരെ പിടിച്ച് അകത്താക്കും. അയ്യോ, അവനിപ്പോ എവിടെയാ? ദാ ഈ പാത്രത്തിൽ. ഇതിനകത്തോ? അപ്പൊ മാന്തുണിക്ക് ഒരു തവളയുടെ വലിപ്പമേ ഉള്ളൂ അല്ലേ? അതെ, പക്ഷെ ആരെങ്കിലും മാന്തുന്നത് കണ്ടാൽ കളി മാറും. കാണട്ടെ, തുറക്കാം. പക്ഷെ ആ നേരത്തെ തലയോ മുതുകോ ഒന്നും ചൊറിയരുത്. ഇതൊക്കെ മായാവി കാണുന്നുണ്ടായിരുന്നു. മാന്തുണ്ണിയെ കൂട്ടുകിട്ടിയല്ലോ. എടാ ലുട്ടാപ്പി, നിന്നോടും കൂടാ പറഞ്ഞത്. അപ്പൊ താടിയും ചൊറിയരുത്. എന്നാൽ ദാ തുറക്കാൻ പോണു. ഇപ്പൊ തുറക്കും. നിന്ന് കഥാപ്രസംഗം പറയാതെ തുറക്കു കൂട്ടൂസാ. ദാ കണ്ടോ? ഇവനെ ആ പിള്ളേരുടെ വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് അവരുടെ ദേഹത്തെ ചൊറിയം പൊടി വിതറുക. അതാണ് പ്ലാൻ. കുറച്ച് വളഞ്ഞ പ്ലാനാ. ആഹാ, എങ്കിൽ മറ്റൊരു വളഞ്ഞ പ്ലാൻ എനിക്കുമുണ്ട്. സ്വല്പം വളഞ്ഞാലും സംഗതി നടന്നാൽ മതി. വാ. എന്താ ഒരു ശബ്ദം? അപ്പൂപ്പ, ഒരു JCB വരുന്നു, ഡ്രൈവർ ഇല്ലാതെ. അത് മായാവിയുടെ വിദ്യയായിരുന്നു. അത് തന്നെ മണ്ണ് മാന്തുകയാ. മാന്തുണ്ണി അത് കണ്ടതോടെ, അയ്യോ, മാന്തുണ്ണി ഭീകരനായേ, അയ്യോ, രക്ഷിക്കണേ. കിട്ടിപ്പോയടാ ലുട്ടാപ്പി, മറവിച്ചെടി കിട്ടി. എന്ത് ചെടി മറവി?
അതേടാ മറവിച്ചെടി, ഇനി ഇതുകൊണ്ട് ഒരു മരുന്നുണ്ടാക്കണം, മറവി മരുന്ന്. മറവിക്കുള്ള മരുന്നാണെങ്കിൽ എനിക്കും വേണം. ഇപ്പം ഇടയ്ക്കിടെ കുന്തം എവിടെയെങ്കിലും വെച്ച് മറക്കും. അതല്ലടാ, എല്ലാം മറന്നു പോകാനുള്ള മരുന്നാ. ലഘു ലഘു ഫിംഫോം ഗുളു ഗുളു ഫിംഫോം ഗുൽഗുലു ഫിംഫോം ഫിംഫോം. ഹിഹിഹി, ഒത്തടാ ഒത്തു. ഒന്നാന്തരം മറവി മരുന്നിന്റെ മണം വരുന്നുണ്ട്. നീ പോയി നല്ലൊരു കുപ്പി കൊണ്ടുവാ. അതെന്തിനാ കുപ്പി? എടാ, നമ്മളിത് കുപ്പിയിലാക്കി രാജുവിനും രാധയ്ക്കും കൊടുക്കും. എപ്പടി? അവരത് കുടിക്കും, പിന്നെ എല്ലാം മറക്കും. ഉഗ്രൻ. പറ്റിയ കുപ്പി ഞാൻ ഇപ്പൊ കൊണ്ടുവരാം, വൈകാതെ. ദാ പിടിച്ചോ. ഫേഷ് കോളയുടെ കുപ്പി. പിള്ളേര് കോളയെന്ന് കരുതി കുടിച്ചോളും. അപ്പോൾ മറ്റൊരിടത്ത് ഡാഗിനി. രാവിലെ വൈദ്യരെ ഒന്ന് കണ്ടു കളയാം, നടുവിനൊരു പിടുത്തം. പെട്ടെന്ന് മുമ്പിൽ, എന്റെ അമ്മോ, ഇവന്റെ നോട്ടം അത്ര മന്തിയല്ലോ. അടുത്ത നിമിഷം, അയ്യോ ചതിച്ചോ, അയ്യോ അമ്മേ. ഓടിക്കല്ലേടാ, നടുവിന് വേദനയാ പോത്തേ. ഹോ, നടുവിന് വയ്യ, അല്ലെങ്കിൽ ഞാനിങ്ങ് ഇറങ്ങി വന്ന ഒരു കീറങ്ങ് വെച്ച് തന്നേനെ. അല്ല പിന്നെ. ഇതെന്താ ഈ കാണുന്നത്? കിട്ടിപ്പോയി. കണ്ണ് തുറക്കടാ ചാത്ത. ഹി അങ്ങനെ മായാവി കുപ്പിയിലായി. ഇനി ചലോ കുട്ടൂസൻ ഹൗസ്. ആ പോത്തിനെ ഞാൻ വല്ലാതെ തെറ്റിദ്ധരിച്ചു. ഇതെന്താ കോളയാണോ കുട്ടൂസൻ കഴിക്കുന്നത്? കുറെ നാളായി ഇത്തിരി കോള കുടിക്കണമെന്ന് വിചാരിക്കുന്നു. ചതിച്ചോ? വേണ്ട, കുടിക്കല്ലേ. നീ ഏതാ ഉണ്ടാക്കണ്ട, നിനക്ക് ഇതിരിക്കട്ടെ. ഡാഗിനി, ദേ മായാവി പോണു. താനാരാ കിളവ? ഇവന്റെ അപ്പൂപ്പനോ? മൊട്ടത്തലയാ നിന്നെ ഞാൻ. അയ്യോ, ഡാഗിനി എല്ലാം മറന്നേ. അങ്ങനെ മായാവി പിന്നെയും രക്ഷപ്പെട്ടു.